എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് നൽകുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമർ വിഭാഗത്തിൽ നിന്നുള്ള 2 ടോപ്പിക്കുകളാണ്. ഇത് ക്ലാസ് 9 ചാപ്റ്റർ 1 നിന്ന് വരുന്നവയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഉപസർഗങ്ങളെ കുറിച്ചാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഇതിൽ ഹരതി എന്നുള്ള ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് എന്ത് കാണുന്നു? ഒരു അധികം അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം കാണുന്നു. അതിനു മുമ്പാണ് പ്ര എന്ന് പറയുന്ന ഉപസർഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് അധികം, അതിനു മുമ്പാണ് ഉപസർഗം എഴുതേണ്ടത്. അപ്പോൾ പ്ര അധികം ഹരതി ഇത് ചേർത്ത് എഴുതുമ്പോൾ പ്രഹരതി എന്ന് പറയുന്നു. അപ്പോൾ പ്രഹരതി എന്ന വാക്കിൽ നിന്ന് ഉപസർഗ പദം എടുത്തെഴുതണം എന്നുള്ളൊരു ചോദ്യം വന്നാൽ പ്ര എന്നുള്ളതാണ് ഉപസർഗം. അപ്പോൾ ഈ ഹരതിയുടെ കൂടെ ഓരോ ഉപസർഗങ്ങൾ ചേർക്കുമ്പോഴും ചേർത്തെഴുതുമ്പോൾ അതിന് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം ഹരതി അതിനു മുമ്പ് പ്ലസ് ചിഹ്നം അല്ലെങ്കിൽ അധികം, അതിനു മുമ്പ് ചേർത്തിരിക്കുന്നത് ഉപസർഗമാണ് വി എന്നുള്ളത്. അപ്പോൾ വി അധികം ഹരതി വിഹരതി. ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് അധികം ചേർത്തിരിക്കുന്നു. അതിനു മുമ്പ് എന്തുപസർഗമാണ്? സം എന്നുള്ള ഉപസർഗമാണ്. അപ്പോൾ ഇത് ചേർത്ത് എഴുതുമ്പോൾ സംഹരതി. അപ്പോൾ സംഹരതി എന്ന വാക്കിൽ സം എന്നുള്ളതാണ് ഉപസർഗം. വിഹരതി എന്നുള്ള വാക്യത്തിൽ വി എന്നുള്ളതാണ് ഉപസർഗം. പ്രഹരതി എന്നുള്ള വാക്കിൽ പ്ര എന്നുള്ളതാണ് ഉപസർഗം. അടുത്തത് നോക്കൂ. ഹരതി അതിനു മുമ്പ് അധികം അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം വന്നിരിക്കുന്നു. അതാണ് അവിടുത്തെ ഉപസർഗം. അപ്പം ആ അധികം ഹരതി ആഹരതി. ആഹരതി എന്നുള്ള വാക്കിൽ നിന്ന് ഉപസർഗം എടുത്തെഴുതാൻ പറഞ്ഞ അതാണ് അവിടുത്തെ ഉപസർഗം. ഇനി ഹരതി എന്നുള്ള പദത്തിന് മുമ്പ് പ്ലസ് അല്ലെങ്കിൽ അധിക ചിഹ്നം വരുന്നു. പരി എന്നുള്ളതാണ് അടുത്ത ഉപസർഗം. പരി അധികം ഹരതി പരിഹരതി. ഈ പരിഹരതി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് പരി എന്നുള്ളതാണ് അവിടെ ഉപസർഗമായിട്ട് എടുത്തെഴുതേണ്ടത്. ഉപ അധികം ഹരതി ഉപഹരതി. അപ്പം ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് അധികം അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം വന്നിരിക്കുന്നു. ഉപ എന്നുള്ള ഉപസർഗം വന്നിരിക്കുന്നു. അപ്പോൾ ഉപസർഗങ്ങൾ എപ്പോഴും ആദ്യമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഉപ അധികം ഹരതി ഉപഹരതി. അപ്പോൾ ഉപഹരതി എന്നുള്ള വാക്കിൽ നിന്ന് ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഉപ എന്നുള്ളതാണ് ഉപസർഗമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സംസ്കൃതത്തിന് വേണ്ടിയിട്ട്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.